സേനാപതി വേണു ഈ വിജിനും മന്ത്രിമാരും മറ്റ് MLA-മാരും സർക്കാരിൻ്റെ കേരള സർക്കാരിൻ്റെ പ്രതിനിധികളായി അവിടെ പോയി നിൽക്കുന്ന ആരും തന്നെ ഒരു പരിധി വിട്ടും അവർ ഒന്നും ഈ ദിവസങ്ങൾ 12 ദിവസമായിട്ട് അവർ സംസാരിച്ചിട്ടില്ല. അവർ ഇപ്പോഴും അതിന് തയ്യാറല്ല. പക്ഷേ നമുക്ക് ഈ കാര്യങ്ങളിൽ ചില ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടി വരും. മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് അതിനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവിടെയാണ് ഞാൻ ചില ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ വിജിൻ സൂചിപ്പിച്ചതുപോലെ വരുന്ന ദിവസങ്ങളിൽ ചില ചോദ്യങ്ങൾ ഉയർന്നു വരും. അത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് ഈ റോഡിലൊക്കെ? എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ആ മണ്ണ് ഒലിച്ചിങ്ങനെ പോയത്? നമ്മുടെ ഇവിടെ കേരളത്തിലൊക്കെയുള്ള ബൈപ്പാസുകളിലൊക്കെ ഇതുപോലെ നാഷണൽ ഹൈവേ ഒക്കെ വെട്ടിയപ്പോൾ മണ്ണ് എടുത്തപ്പോൾ അവിടെ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് അവിടെ ഉണ്ടല്ലോ, കാണാനുണ്ടല്ലോ. അതൊക്കെ എന്തുകൊണ്ട് കാർവാറിൽ കാണുന്നില്ല എന്ന ചോദ്യങ്ങളൊക്കെ ഇനി വരാൻ നിൽക്കുന്നതേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ, അത് എന്ന് വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. നമുക്കിപ്പോൾ അർജുനാണ് വലുത്. പക്ഷേ അർജുനെ കണ്ടെത്താൻ വേണ്ടിയുള്ള പ്രാധാന്യത്തെക്കാൾ കൂടുതൽ അവിടെ റോഡ് നന്നാക്കി അവിടെ വണ്ടി വിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതിനാണ് ആദ്യഘട്ടങ്ങളിൽ ശ്രമിച്ചത് എന്ന് പറഞ്ഞിരുന്നല്ലോ, ചർച്ച ചെയ്തല്ലോ. ഇപ്പോഴും അതിനപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് ആലോചിക്കാൻ ഒരു ജില്ലാ കളക്ടറും ഒരു SP-യും ഒക്കെ ഉള്ളൂ. അതിനപ്പുറമുള്ളവർ അല്ലെങ്കിൽ ഒരു MLA-ക്ക് മാത്രമാണ് അവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത്. അതിനപ്പുറമുള്ളവർക്ക് വേഗത കാര്യങ്ങൾക്ക് കൂട്ടാനാകുന്നില്ല എന്ന് തെളിഞ്ഞില്ലേ 12-ാം ദിവസം? അല്ല ലാലെ, അത് ലാലിന്റെ വിമർശനത്തിന് വേണ്ടിയുള്ള ഒരു വിമർശനമാണ്. അവിടെ മുഖ്യമന്ത്രി ഇടപെട്ടു, അവിടെ റവന്യൂ വകുപ്പ് മന്ത്രി സ്ഥിരമായിട്ട് തന്നെ ഇവിടെയുണ്ട്. കർണാടക ഗവൺമെന്റിന്റെ എല്ലാ സംവിധാനങ്ങളും, അതുപോലെ തന്നെ ആർമി, നേവി, ലഭ്യമാകുന്ന NDRF തുടങ്ങിയ എല്ലാ റെസ്ക്യൂ ടീമുകളും ഓപ്പറേഷനുകളും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് MLA-യോ മന്ത്രിയോ അവരാരും ഈ കാര്യത്തിൽ വിദഗ്ധരല്ല. ആ വിദഗ്ധന്മാർ പറയുന്നത് പോലെ മാത്രമേ അവിടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങേ ഓർമ്മപ്പെടുത്തുന്നത്, അല്ല, എല്ലാ വിദഗ്ധരും കൂടി ചേർന്നാൽ പാമ്പ് ചാകില്ലല്ലോ. നമുക്ക് അവിടെ വേണ്ട ആളുകൾക്കല്ലേ ഉത്തരവാദിത്തം കൊടുക്കേണ്ടത്. ആരാണ് ഉത്തരവാദി? ആരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്? ലാലെ, അങ്ങനെ നമ്മൾ ചിന്തിക്കുക. സാർ, ഞാൻ ചിന്തിക്കുന്നതിന് കാരണം നമുക്കറിയാം. ഞാനൊന്ന് രാഷ്ട്രീയം പറയല്ല. നമുക്ക് പ്രളയം ഉണ്ടായപ്പോഴും നമുക്ക് ഓഖി വന്നപ്പോഴും നമുക്ക് കേരളത്തിൽ ഇതൊക്കെ ഏറ്റെടുത്തുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് നമ്മൾ കണ്ടു. അത് മുഖ്യമന്ത്രിയെ നിങ്ങളൊക്കെ വിമർശിക്കുമായിരിക്കും രാഷ്ട്രീയമായിട്ടൊക്കെ, പക്ഷെ നമ്മൾ കണ്ടതാണ് കാര്യങ്ങൾ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണാൻ ആളുണ്ടായിരുന്നു. ഇവിടെ ആരാണ് അത് ചെയ്യുന്നത്? ആരോടാണ് ചോദിക്കുക? ആരാണ് തീരുമാനം? ലാലെ ഒരു 2 മിനിറ്റ് ലാലെ ഇടപെടാതെ വന്നു കഴിഞ്ഞാൽ ഞാൻ ലാലിനോട് മുമ്പ് ചോദിച്ചൊരു ചോദ്യം വീണ്ടും ചോദിക്കുക. ഒട്ടേറെ ആളുകളുടെ കാണുകയാണ് ആമേഴഞ്ചാൻ തോട്ടിലേക്ക് അവിടെ ജോയി എന്ന് പറയുന്ന ഒരു ശുചീകരണ തൊഴിലാളി പോയത്. അവിടെ ആദ്യം ഇടപെട്ടത് ആരാ? അവരുടെ സംഘത്തിലുള്ള ശുചീകരണ തൊഴിലാളികൾ. അതിനുശേഷം നാട്ടുകാർ വന്നതിന് ശേഷം ഫയർഫോഴ്സ്, പോലീസ്, ഇവരാരും പറ്റാതെ വന്നപ്പോൾ NDRF വന്നു. അതിനുശേഷമാണ് നേവിയുടെ സഹായം വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എത്ര ദിവസം കൊണ്ട് എടുത്തു ഇതിനൊക്കെ? അല്ല ഞാൻ പറഞ്ഞത്, എന്നിട്ടും ആ മനുഷ്യനെ നമ്മുടെ കൺമുമ്പിൽ വെച്ചൊരു തോട്ടിൽ ചാടിയ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ 48 മണിക്കൂറിന് ശേഷമല്ലേ നമുക്ക് അദ്ദേഹത്തിന്റെ എന്താ പറഞ്ഞ ബോഡിയല്ലേ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ, ജീവൻ രക്ഷപ്പെടുത്താൻ. നമ്മളിപ്പോ എന്താ അന്വേഷിക്കുന്നത്? നമ്മളിപ്പോ ആളുകളുടെ ജീവനാണോ ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ബോഡി എവിടെ? അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ ലാലിനോട് പറയാം. ലാല് ഇടുക്കി ജില്ല നല്ല പരിചയമുള്ള ആളാണല്ലോ. ചിന്നക്കനാൽ പഞ്ചായത്തിലെ ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. 1.5 വർഷം മുമ്പ് അവിടെ ഒരു JCB-യും 2 തമിഴ് തൊഴിലാളികളും കോയമ്പത്തൂരിൽ നിന്ന് വന്നവര്, അവരാ മല ഇടിഞ്ഞ് താഴോട്ട് പോയതാ. JCB ഇപ്പോഴും അവിടെ കിടക്കുന്നു. ഒരാളെ കണ്ടെത്തിയിട്ടുള്ളൂ. 1.5 കൊല്ലമായിട്ട് ശരവണൻ എന്ന് പറയുന്ന ഒരു സാധു, അവൻ തമിഴ്ക്കാരനായതുകൊണ്ടാണോ അവിടെ അവന്റെ ബോഡി കണ്ടെത്താനായിട്ട് ഈ ഗവൺമെന്റ് ശ്രമിക്കാത്തത്? 1.5 കൊല്ലമായി. ലാലിന് സംശയം ഉണ്ടെങ്കിൽ ലാലു വാ, ശാന്തൻപാറയിൽ വന്ന് ചിന്നക്കനാലിലേക്ക് പോകുമ്പോൾ സൂര്യനെല്ലിയിൽ ഗ്യാപ്പ് റോഡിൽ 1.5 കൊല്ലമായി കോയമ്പത്തൂരിൽ നിന്ന് JCB ഉരുട്ടാൻ വന്ന സാർ, അതിന് നമ്മൾ പകരം വീട്ടുന്നത് നമ്മുടെ അർജുന്റെ ജീവൻ ആ പുഴയിൽ ഇട്ടുകൊണ്ടാണോ നമ്മൾ ചെയ്യേണ്ടത്? കർണാടകത്തിന് അതിനുള്ള അനുമതി കൊടുത്തുകൊണ്ടാണോ? ഞാൻ ആ ചോദ്യം ചോദിക്കാതിരിക്കില്ല. നിങ്ങളവിടെ ഇടുക്കിയിൽ അങ്ങനെ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകൾക്ക് നിങ്ങൾ ഉൾപ്പെടെ ഉത്തരവാദികളാണ്. നിങ്ങൾ ചോദിക്കണം, കാര്യങ്ങളെ കൊണ്ട് ചെയ്യിക്കണം. ലാലെ, ചില ഇൻസിഡന്റുകളിൽ മനുഷ്യന് പ്രവർത്തിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് ഇത് പ്രകൃതിയുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത്. അതല്ലാതെ ഏതെങ്കിലും മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒന്നുകൊണ്ടല്ല, പ്രകൃതിയോടാണ് ഏറ്റുമുട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പ്രശ്നം നിങ്ങൾ എടുത്ത് ഉയർത്തരുത്. ആ ശാന്തൻപാറയിലെ പ്രശ്നം നിങ്ങൾ ഒരു പ്രശ്നമായിട്ട് പറയരുത്. അത് പ്രകൃതിയുടെ പ്രശ്നമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. മനുഷ്യജീവനാ മണ്ണിന്റെ അടിയിൽ പോയത്.
അവിടെ ഒരു മനുഷ്യജീവനാ മണ്ണിന്റെ അടിയിൽ പോയത്. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. 2005 അടിമാലി അങ്ങേക്ക് പരിചയമുള്ളതാണല്ലോ. അടിമാലി വിശ്വദീപ്തി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി ഫുട്ബോൾ എടുക്കാനായിട്ട് വെള്ളത്തിലോട്ട് ചാടിയതാ. പല പ്രാവശ്യം ചാടി, പിള്ളേരല്ലേ, +2കാരൻ. 2005 ജൂലൈ മാസം 22-ാം തീയതി കുട്ടി ഒഴുക്കിൽപ്പെട്ടു. സർ, നമ്മൾ മുന്നോട്ടാണ് പോകുന്നത്. ശ്രീ സേനാപതി വീട് മുന്നോട്ടാണ് പോകുന്നത്. പഴയ കാലങ്ങളിൽ സംവിധാനങ്ങൾക്കോ അതിലെ സാങ്കേതിക വിദ്യകൾക്കോ ഒക്കെ നമ്മളെ സഹായിക്കാൻ എത്താൻ വൈകൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനിയും അങ്ങനെ തന്നെ വേണമെന്ന് വാശി പിടിക്കരുത്. നമ്മുടെ സൈബർ നഗരം ബാംഗ്ലൂർ, ആ ബാംഗ്ലൂർ തലസ്ഥാനമായിട്ടുള്ള കർണാടകത്തിലാണ് സംഭവിക്കുന്നത്. ലോകം, കേരളം അത് കണ്ടുപിടിക്കണം. എല്ലാ ഉന്നത മേഖലയും ഉന്നത വിദ്യാഭ്യാസവും ഒക്കെ ഇരിക്കുന്ന കർണാടകത്തിലാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് കർണാടകത്തെ കണ്ടുപഠിക്കണമെന്ന് പറയുന്നവർ മനസ്സിലാക്കണം. ഇത്രയും വലിയ ശ്രമങ്ങൾ നടത്തുമ്പോ ആ ശ്രമങ്ങളെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്നത് അത് സർ, ആ ശ്രമത്തിലാണ് ഞാൻ ചില ചെറിയ ചോദ്യങ്ങൾ ചോദിച്ചത്. ഈ ശ്രമങ്ങൾ കണ്ടിട്ടാണ് ചില ചെറിയ ചോദ്യങ്ങൾ. ആരാണ് നേതൃത്വം കൊടുക്കുന്നത്? ജില്ലാ കളക്ടറാണോ? ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായിട്ട്, ഇത്രയും വലിയൊരു സംവിധാനം ഉണ്ടായിട്ട് സേന വന്നിട്ട് നാവികസേനയിലെ സ്കൂബ ഡൈവേഴ്സിന് അവിടെ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ട്, അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് അവിടെ ഇറങ്ങി കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒഴുക്കുണ്ടായിട്ട്, എന്നിട്ടും ഇപ്പോഴും ജില്ലാ കളക്ടറാണ് എവിടെയോ ഇരുന്നിട്ട് കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇല്ല. ഒരു ദിവസം പോലും പൂർണ്ണമായിട്ട് ഒരു ജില്ലാ കളക്ടറും ഒരു SP പോലും അവിടെ നിന്നിട്ടില്ല. ആരാണ് അവിടെ ഉണ്ടായിരുന്നത്? ആരാണ് നേതൃത്വം കൊടുക്കുന്നത്? ഇത് ഇങ്ങനെ പോയാൽ മതിയോ? അർജുൻ എവിടെ? അർജുൻ ദൗത്യം എവിടെ നിൽക്കുന്നു? സാർ, ഉത്തരം വേണം.